ഏതെങ്കിലും പോയിന്റിൽ ഏതൊക്കെ തരത്തിൽ കൺക്ലൂഷൻ എത്താനാകുമെന്ന് അതിന്റെ എക്സ്ട്രീമിൽ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇറാനായാലും അമേരിക്കയായാലും തീരുമാനമെടുക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ തീരുമാനങ്ങൾ അതെന്തായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുന്ന മണിക്കൂറുകളാണ്. ഇപ്പോൾ മധു കൊട്ടാരക്കര ന്യൂ ജേഴ്സിയിൽ കൂടി ചേർന്നു. മധു, നേരത്തെ ഇറാന് മുമ്പിൽ അമേരിക്ക വെച്ച പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം. ആ സമ്പുഷ്ടീകരിച്ച യുറേനിയം നമുക്കറിയുന്ന പോലെ ഏത് ഘട്ടത്തിലും ആണവായുധം ഉണ്ടാക്കാൻ ഉതകുന്നതാണ്. ഇത് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ പ്രക്രിയ അവസാനിപ്പിക്കണം. ഈ രണ്ട് കാര്യത്തിലേക്കും അല്ലെങ്കിൽ യുറേനിയവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇറാൻ ഒരു അനുനയത്തിന് തയ്യാറായെന്ന് വരില്ല. പക്ഷേ ഇറാൻ ഒരു മറു പോയിന്റായി തിരിച്ചിടാൻ സാധ്യത ആണവോർജ്ജ ഏജൻസികൾക്ക്, IAEA അടക്കമുള്ള ഏജൻസികൾക്ക് അവിടെ പരിശോധന നടത്താമെന്നായിരിക്കും. ഇതിനോട് എത്രത്തോളം അനുഭാവപൂർവ്വമായി അമേരിക്ക നിലപാട് സ്വീകരിക്കും? ഒന്ന്. രണ്ടാമത്, ഹോർമുസിലെ സമഗ്രാധിപത്യം, ഈ പറഞ്ഞതുപോലെ ടോള്, ഇതൊക്കെ അമേരിക്കക്ക് ഏതെങ്കിലും തരത്തിൽ ഉതകുന്ന കാര്യങ്ങളാണോ? ഏതെങ്കിലും തരത്തിൽ അമേരിക്ക വഴങ്ങി വിധേയപ്പെട്ടു കൊടുക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണോ? എത്രത്തോളം സാധ്യതയാണ് ഈ ചർച്ച വിജയത്തിലേക്ക് എത്താൻ നിലവിൽ നമ്മുടെ മുമ്പിലുള്ളത്? അത് എത്രത്തോളം നമുക്ക് വീക്ഷിക്കാം? സൊഹൈൽ, നേരത്തെ ജെയിംസ് സാർ പറഞ്ഞതുപോലെ അമേരിക്കയും ഇറാനും ഒരു നേർക്കുനേർ ചർച്ച എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും അല്ലെങ്കിൽ പോലും ഈ ചർച്ചയിലേക്ക് എത്തിയത് തന്നെ ലോകത്തെ സംബന്ധിച്ച് ഒരു വലിയ വിജയമാണ്. പക്ഷേ വളരെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളായിരുന്നു ഇരു ഭാഗത്തു നിന്നും ഈ പാകിസ്ഥാനിൽ എത്തും മുമ്പ് വന്നുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയെ ഒരു വിശ്വാസവുമില്ല. അതുമാത്രമല്ല, ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞ വിശ്വാസമില്ലാത്ത രണ്ടുപേര് അമേരിക്കൻ സംഘത്തോടൊപ്പം ഉണ്ട്, സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ ജാരഡ് കുഷ്ണറും. പക്ഷെ അവർക്ക് വിശ്വാസം അല്പമെങ്കിലും ഉള്ള JD വാൻസാണ് ഇത് നയിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഏഷ്യൻ അഫയേഴ്സ് അഡ്വൈസർ മൈക്കിൾ വാൻസും ഒക്കെ ഉണ്ട്, സംഘത്തിലുണ്ട്. പക്ഷേ പ്രകോപനപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ രണ്ടു വശത്തുമുണ്ട്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നത് ഈ ചർച്ചകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ച ചില ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ്, അല്ലായിരുന്നെങ്കിൽ മുഴുവൻ പേരും തീർത്തു കളയുമെന്നുള്ള വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു ഇതായിരുന്നു വന്നത്. നേരത്തെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ യുറേനിയം ആയിരുന്നു പ്രധാന വിഷയം. പിന്നീട് ബാലിസ്റ്റിക് മിസൈൽ അമേരിക്കയുടെ വിഷയമായി മാറുന്നു. പക്ഷേ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ പൂർണ്ണമായിട്ടും മാറുകയാണ്, അമേരിക്കയുടെ ഡിമാൻഡുകൾ മാറുകയാണ് എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ട് വന്നിരിക്കുന്നത്. ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത് നിലവിലെ ആക്രമണങ്ങൾ നിർത്തുക, അതുപോലെ ഹിസ്ബുള്ള, ഹൂത്തി, ഹമാസ് അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുക, പ്രത്യേകിച്ച് ലെബനനിലെ ആക്രമണം അവസാനിപ്പിക്കണം. അതുപോലെ ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം. പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണം. ഉപരോധങ്ങൾ മാറ്റുക. നേരത്തെ ജെയിംസ് സാർ സൂചിപ്പിച്ച പോലെ ഖത്തറിലുമൊക്കെയുള്ള ഫ്രീസ് ചെയ്തിരിക്കുന്ന അവരുടെ സാമ്പത്തിക ആയിട്ടുള്ള കാര്യങ്ങൾ, ഉപരോധങ്ങൾ നീക്കി അവർക്ക് അത് കൈവശപ്പെടുത്താനുള്ളത് ഇത് കൊടുക്കുക. അതുപോലെ ആണവ അവകാശം, യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള ഇറാന്റെ അവകാശം അമേരിക്ക അംഗീകരിക്കുക, ഈ പറഞ്ഞതാണ്. അതേസമയം ഹോർമൂസ് കടലെടുക്ക് ശുദ്ധീകരിക്കുന്ന പ്രക്രിയ അമേരിക്ക ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാന വാർത്ത. ഇറാന്റെ 28 മൈൻ ഡ്രോപ്പർ ബോട്ടുകളും ഇപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടിലാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിന്റെ ഈ പോസ്റ്റിന്റെ തൊട്ടു മുമ്പ് തന്നെ US നാവികസേന കപ്പലുകൾ ഈ കടലെടുക്ക് മുറിച്ചു കടന്നായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇറാന്റെ മുൻകൂർ അനുമതിയില്ലാതെ അമേരിക്കൻ കപ്പലുകൾ ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത്. ആക്സിയോസ് എന്ന് പറഞ്ഞ മാധ്യമത്തിന്റെ ഒരു ജേർണലിസ്റ്റാണ് ഈ നീക്കം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അമേരിക്കൻ കപ്പലുകൾ ഹോർമൂസ് കടലെടുക്ക് കടന്ന് പേർഷ്യൻ ഗൾഫിലേക്ക് പോവുകയും പിന്നീട് തിരികെ അറബിക് കടലിലേക്ക് വരികയും ചെയ്തതായിട്ടാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ അമേരിക്കൻ കപ്പലുകൾ കടലെടുക്ക് കടന്നു എന്ന വാർത്ത ഇറാൻ ഔദ്യോഗികമായി നിഷേധിച്ചിരിക്കുകയാണ്. തങ്ങളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ഒരു US ഡിസ്ട്രോയർ കപ്പൽ തിരികെ പോയെന്നും വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം ഒരു കപ്പലും ഈ പാത കടന്നിട്ടില്ലെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഇവിടെ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, ഒരു വശത്ത് ചർച്ച നടക്കുമ്പോൾ ഇറാൻ ഭരണകൂടവുമായി ബന്ധമുള്ള വ്യക്തികൾക്കെതിരെ കർശന നടപടിയുമായി ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം മുന്നോട്ട് പോവുകയാണ്. 2020 കൊല്ലപ്പെട്ട ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയുടെ കുടുംബം, അദ്ദേഹത്തിന്റെ അനന്തരവൾ, അവരുടെ മകൾ എന്നിവരുടെ ഗ്രീൻ കാർഡുകൾ കഴിഞ്ഞ ആഴ്ച റദ്ദാക്കിയിരുന്നു. അതുപോലെ ഇന്നലെ ഇറാന്റെ മുൻ സുരക്ഷാ സമിതി സെക്രട്ടറി അലി രാജിനിയുടെ മകളും അവരുടെ ഭർത്താവിന്റെയും വിസകൾ റദ്ദാക്കപ്പെടുന്നു. അതായത് കൂടുതൽ പേരുടെ വിസകളും അതുപോലെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു. അമേരിക്കയുടെ നിലപാട്, അമേരിക്കൻ വിരുദ്ധ ഭീകര ഭരണകൂടങ്ങളുമായിട്ട് ബന്ധമുള്ളവർക്ക് US-ൽ ഒരു കാരണവശാലും താമസിക്കാനുള്ള അനുവാദമില്ലെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓർക്കണം, ഏകദേശം 10 ലക്ഷത്തോളം ഇറാൻ വംശജരാണ് അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത് അവരുടെ കുടുംബമായിട്ട് ജീവിക്കുന്നത്. സൊഹൈൽ.
വ്യക്തമാണ്. ഒരു ഭാഗത്ത് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മറുഭാഗത്ത് അമേരിക്ക നയതന്ത്ര തലത്തിൽ ഇറാനുമായി അങ്ങേയറ്റം അകന്നുകൊണ്ടിരിക്കുന്നു. അമേരിക്കയിൽ അഭയം തേടിയിൽ അമേരിക്കയിൽ ജീവിക്കുന്ന ഇറാൻ പൗരന്മാരുടെ വിസകൾ അതിപ്പോൾ നിലവിൽ നയതന്ത്ര തലത്തിലടക്കം അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിലടക്കം ഭരണതലത്തിലടക്കം ഉന്നതരായ ബന്ധുക്കളുടെ വിസകളാണെങ്കിൽ ഭാവിയിൽ ഇറാൻ ജനതയുടെ വിസയ്ക്ക് മേലും ഒരു കരിനീൾ വരുമോ എന്ന ആശങ്കയൊക്കെ പ്രകടമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെ നീക്കം നടക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ലോകത്ത് സമാധാനമാണ് വേണ്ടത്. ഇപ്പോൾ റഹീസ് കൂടി